അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ സംസാരിക്കണമെന്ന് വിചാരിച്ച ഒരു ടോപ്പിക്കാണ്. നമ്മളുടെ ക്ഷേത്രം അല്ലെങ്കിൽ ക്ഷേത്ര ആചാരങ്ങൾ എന്ന് പറയുന്നത് സത്യമാണോ അതൊരു മിഥ്യയാണോ? അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യം, കല്ലിൽ കൊത്തിയ ഒരു വിഗ്രഹത്തോട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, അവിടെ ചെന്ന് നിന്ന് ആ വിഗ്രഹത്തോട് നമ്മൾ സംസാരിക്കുന്നു അല്ലേ? നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ ആ വിഗ്രഹത്തോട് പറയുന്നു. ഞാനും ഒട്ടുമിക്ക ദിവസങ്ങളിലും അമ്പലത്തിൽ പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇനി ഞാൻ പള്ളിയിലും മുസ്ലിം പള്ളിയിലും മോസ്കിലും പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ദാറ്റ്സ് ആൻ എനർജി ഐ ഫെൽറ്റ് ഇറ്റ്. ആ കല്ലുള്ള വിഗ്രഹം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും റിപ്ലൈ തന്നിട്ടുണ്ടോ? അല്ലെ അതിൽ നിന്ന് നിങ്ങൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ യൂണിവേഴ്സിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യം, യൂണിവേഴ്സിനൊരു എനർജി ഉണ്ട്. അതായത് യൂണിവേഴ്സിന് പല കാര്യങ്ങളും നമ്മളോട് റിപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ വീട്ടിൽ വിളിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ പേരൻസിന് ഒരു ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ ഐ ക്യാൻ ഫീൽ ഇറ്റ്. എനിക്ക് സിബ്ലിങ്സ് ഇല്ല, നിങ്ങൾക്ക് സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ ആ ബ്ലഡ് കണക്ഷൻ നിങ്ങൾക്ക് കിട്ടും ഇല്ലേ? എവിടെയാണെങ്കിലും ബ്ലഡിനെ തിരിച്ചറിയും എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ദാറ്റ്സ് എക്സാക്ട്ലി ദ റൈറ്റ്. ഒരു കണക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെയാണ് ഈ ക്ഷേത്രങ്ങളിൽ നമ്മൾ പല കാലഘട്ടത്തിലായിട്ട് സ്ത്രീകൾക്ക് പ്രവേശനം വിലക്കിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതിനുശേഷം ജാതിയുടെ പേരിലുള്ള വിവേചനം ഉണ്ടായിരുന്നു. ഇന്ന വസ്ത്രം ധരിച്ച് കയറാവുള്ളൂ എന്നുള്ള ഒരു വിവേചനം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഓവർകം ചെയ്ത് ഓരോ കാലഘട്ടത്തിലായി മാറ്റി. ഇപ്പോൾ ശബരിമല സ്ത്രീ കയറണം എന്നും പറഞ്ഞിട്ട് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഒരു പുള്ളിക്കാരത്തേക്ക് വന്നിരുന്നു. അപ്പോൾ നമ്മളത് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്കറിയാവുന്ന 100 വർഷം പിന്നിലുള്ള കാര്യങ്ങൾ വരെ നമുക്കറിയാം. ആ 100 വർഷത്തിനുള്ളിലെങ്കിലും ഒരു സ്ത്രീ അവിടെ കയറിയിട്ടില്ല. അപ്പം നമ്മൾ പെട്ടെന്ന് കോൺട്രവേഴ്സി ഉണ്ടാകുന്നു. അങ്ങനെ ക്ഷേത്രപ്രവേശനത്തിനെ പറ്റിയിട്ട് പല ഉണ്ടാകുന്നു. എന്താ സ്ത്രീ കയറിയാൽ പ്രശ്നം? പീരീഡ്സ് ആയിരിക്കുന്ന ടൈമിൽ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഓറയുണ്ടെന്നും പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ആ ഓറ വീക്കാണെന്നും, അപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു ചൈതന്യം, അമ്പലത്തിലുള്ളൊരു ചൈതന്യം എൻ്റെ ഓറയ്ക്ക് താങ്ങാൻ കഴിയില്ല എന്നും ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആ സമയത്ത് ഞാൻ അമ്പലത്തിൽ പോകുന്നില്ല. ഞാൻ വിശ്വസിക്കുന്ന തിയറി ഇതാണ്. മറ്റു പലതുമാണ് നമ്മളെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, മറ്റു പലതുമാണ്. അതായത് പീരീഡ്സ് ആവുന്ന സമയത്ത് രാവിലെ എഴുന്നേൽക്കണം, കുളിക്കണം, സൂര്യൻ നിന്നെ അശുദ്ധമായിട്ട് കാണാൻ പാടില്ല. ഇങ്ങനെയൊക്കെയാണ് ചെറുതിലെ തൊട്ടേ അച്ഛൻ്റെ അമ്മയും ഒക്കെ പഠിപ്പിച്ച് തന്നിരിക്കുന്നത്. അതിന് പിന്നിലെ റീസൺസ് ആർ ദെയർ. പഴയ കാലത്ത് അത് സ്ത്രീകൾക്കുള്ള വിലക്കല്ല, സ്ത്രീകൾക്ക് ആ സമയത്ത് വേണ്ടുന്ന ഒരു സപ്പോർട്ടാണ്. ഇതിൽ നിന്നും നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ക്ഷേത്ര ആചാരങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ ആ സമയത്ത് സ്ത്രീ കയറരുത് എന്നതിനപ്പുറം സ്ത്രീക്ക് റെസ്റ്റ് വേണം. സ്ത്രീക്ക് ആ ഓറ അല്ലെങ്കിൽ ആ ഒരു എനർജി ആ സമയത്ത് താങ്ങാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും ഒരു 30-32 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുകളാണ് പീരീഡ്സ് ആകുമ്പോൾ. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, എനിക്ക് ഒരു പാർട്ട്ണർ കൂടെ ഉണ്ടെങ്കിലേ എനിക്ക് എന്നെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ആ സമയത്ത് ഭയങ്കര സപ്പോർട്ട് വേണം. എൻ്റെ പേരൻസ് കൂടെ ഇല്ല, അപ്പോൾ എനിക്ക് അവർ വേണം. അങ്ങനെയൊക്കെ ആ ഒരു 2-3 days ബിഫോർ ആൻഡ് ആഫ്റ്റർ ഓൺ ദാറ്റ് ഡേയ്സ്, 2-3 days ഓൺ ദ പീരീഡ് ഡേയ്സ്. അപ്പോൾ അതുകൊണ്ടാണ് എന്നുള്ളത്. ഇനി രണ്ടാമത് കൽവിഗ്രഹത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. കല്ലിൽ കൊത്തിയെടുത്തൊരു വിഗ്രഹം നമ്മളോട് സംസാരിക്കുന്നുണ്ടോ? ഒരു എനർജി നമ്മളോട് സംസാരിക്കുന്നുണ്ട്, ഉണ്ട്. ഇനി നമ്മൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഉറച്ച് സംസാരിക്കുകയാണ്. നമ്മൾ പതുക്കെ സംസാരിക്കുന്ന പോലെയല്ല. ക്രിസ്ത്യാനിറ്റിയിൽ ഉറച്ച ഒരു ദൈവത്തോട് ചോദിക്കുകയാണ്. ഉറച്ച വിശ്വാസത്തോട് നിങ്ങൾ ചോദിക്കൂ, നിങ്ങൾക്കത് കിട്ടും അല്ലേ? ഉറപ്പായിട്ടുമാണ്. നിങ്ങൾ ആദ്യം ട്രസ്റ്റ് ചെയ്യൂ, നീ ആദ്യം നിന്നെ വിശ്വസിക്കൂ. എൻ്റെ ഒരു മെൻറ്ററുണ്ട്, കൺസൾട്ടൻ്റ്. പുള്ളി എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചിട്ട് സെൽഫ് ഡൗട്ട് അടിക്കും. അതായത് ഞാൻ പുതിയതായി ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിൽ ആദ്യം ഞാൻ സെൽഫ് ഡൗട്ട് അടിച്ചു കഴിഞ്ഞാൽ ആ സംഭവം ഒരിക്കലും സക്സസ്ഫുൾ ആവാറില്ല. ഞാൻ യൂട്യൂബ് തുടങ്ങുന്നതിന് മുന്നേ സെൽഫ് ഡൗട്ട് അടിച്ചില്ല. കാരണം ഞാൻ ഡെയിലി വീഡിയോസ് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയാമായിരുന്നു. ഞാൻ ഇൻറ്റു സം എൻ്റർപ്രെനർഷിപ്പ്. അപ്പോൾ ഞാൻ അതിന് മുന്നേ എഴുതില്ല. കാരണം ഞാനത് വ്യക്തമായി പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ പലരുമായും അടുക്കുന്ന സമയത്ത് ഞാൻ സെൽഫ് ഡൗട്ട് അടിച്ചിട്ട് ഈ പറയുന്ന പുള്ളിയോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവർ ഒരു നെഗറ്റീവ് എനർജിയാണ്, അവർ നെഗറ്റീവ്ലി നമ്മളെ മിസ്ലീഡ് ചെയ്യുവാണോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ആ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അരേ യു ഡൗട്ടഡ് ദാറ്റ് പേഴ്സൺ, സോ യു പ്ലീസ് അവോയ്ഡ് ദാറ്റ് എന്ന്. കാരണം നീ ഓൾറെഡി ആ വ്യക്തിയെ ഡൗട്ട് അടിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതായത് നമുക്ക് ഫസ്റ്റ്ലി കിട്ടുന്ന ഇൻറ്റ്യൂഷൻ എന്ന് പറയും അതിനെ.
അല്ലേ? ആദ്യം നമുക്ക് ആ ഒരു ഇൻറ്റ്യൂഷൻ വന്നു കഴിഞ്ഞു. ഞാനാണ് ഒരു കോയിൻ ഇട്ട് നോക്കാറുണ്ട് പിന്നെ മുൻപൊക്കെ. പിന്നെ കോയിനിൽ നിന്നും മാറി എനിക്കതിൻ്റെ ആവശ്യമില്ല. എനിക്ക് തന്നെ 1-2 വട്ടം കണ്ട് സംസാരിച്ചൊക്കെ കഴിയുമ്പോൾ ഐ ക്യാൻ ഫീൽ ദാറ്റ് പേഴ്സൺ ഈസ് ഗുഡ് ഫോർ മൈ ലൈഫ്. ഇപ്പം എൻ്റെ ജീവിതത്തിന് വേണ്ടി ഒരാളെ ഉപയോഗിക്കുക എന്നല്ല, ആ പേഴ്സണിൽ ഒരു മിസ്ലീഡ് പെട്ടുന്ന ക്യാരക്ടേഴ്സും ഉണ്ട്. അപ്പോൾ എല്ലാവരോടും നമ്മൾ കണക്റ്റഡ് ആവണമെന്നല്ല എന്ന് പറയുന്ന പോലെയാണ് ദൈവങ്ങളോടും. എല്ലാ ദൈവങ്ങളോടും നമുക്ക് കണക്ഷൻ കിട്ടിയെന്ന് വരില്ല. ഇനി മോസ്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ആദ്യക്കാട്ടുകളങ്ങര ഒരു മോസ്കിലാണ് ഞാൻ പോയിട്ടുള്ളത്. ഭയങ്കരമായ എനർജി ഫീൽ ചെയ്തു. അതായത് അവിടെ ചെല്ലുന്നു, പിന്നെ അവിടെ ചെന്നിട്ട് ഞാനങ്ങ് വിശ്വസിക്കുകയാണ്, ഞാനിവിടെ ഇന്ന നേർച്ച ചെയ്തു, എനിക്ക് ഭയങ്കരമായ മോശം സിറ്റുവേഷൻസിലൂടെ എൻ്റെ റിലേഷൻഷിപ്പ് സെപ്പറേഷനിലൂടെയൊക്കെ പോകുന്ന സമയത്ത്. അപ്പോൾ അതിനുശേഷം എനിക്ക് സ്വയമേ ഒരു കോൺഫിഡൻസ് വരികയാണ്. എനിക്ക് ആ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക സമയത്ത് മാത്രം വന്നിട്ട് പോയി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ മാത്രം ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഓർത്ത് കളയേണ്ടതല്ല എൻ്റെ സമയം, അദ്ദേഹത്തെ ഓർത്ത് ജീവിക്കേണ്ടതല്ല. ജീവിതത്തിൽ എന്തെല്ലാം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ ആ മോസ്കിൽ ഞാൻ പോകുമ്പോൾ എനിക്കൊരു എനർജി കിട്ടുകയാണ്. ഞാൻ ആ നേർച്ചകൾ ചെയ്യുമ്പോൾ ഞാൻ എന്നെ തന്നെ ട്രസ്റ്റ് ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് എനിക്ക് ഒരു ചേഞ്ച് സംഭവിക്കാൻ പോവുകയാണെന്ന് ഞാൻ എന്നെ തന്നെ ട്രസ്റ്റ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ഐ ഗോട്ട് എവറിത്തിങ് ദാറ്റ് മൂവ് ഓൺ ചെയ്യാനുള്ള എല്ലാ എനർജീസും എനിക്ക് കിട്ടി. അത് എൻ്റെ ഉള്ളിലുള്ള ദൈവമാണോ, എൻ്റെ ഉള്ളിലുള്ള ശക്തിയാണോ, എനിക്ക് ആ മോസ്കിൽ നിന്ന് കിട്ടിയ എനർജിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സ്ഥലം നമുക്ക് വേണം. ഏത്തിസ്റ്റുകൾ ഇറ്റ്സ് ഓക്കെ, നിങ്ങൾക്ക് നല്ല മൈൻഡ് പവറുള്ള, എനിക്ക് നല്ല ഏത്തിസ്റ്റായിട്ടുള്ള നല്ല അടുത്ത സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ എന്നോട് ഒരാൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ ഭയങ്കര ഭക്തയാണ്, നീ അപ്പോൾ ഈ ഏത്തിസ്റ്റുമായിട്ട്. ഞാൻ അവരുടെ വ്യൂ പോയിൻറ്റിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു. അവന് തോന്നിയാൽ മാത്രമേ. അപ്പോൾ ഞാൻ ഈ ഏത്തിസ്റ്റ് ആയിരുന്ന എൻ്റെ വ്യക്തി കുറച്ച് ബിസിനസ്സൊക്കെ ഉള്ള ബസ്സൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ അമ്പലത്തിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പം അവൻ എന്നോട് പറഞ്ഞത്, നോ ഐ വിൽ നോട്ട് ഡു, ഞാനൊരു ഏത്തിസ്റ്റാണ്, ഞാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു തന്നെ ഓക്കെ. പിന്നീട് ഒരിക്കലും ഞാൻ നിർബന്ധിക്കാൻ പോയിട്ടില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ വിശ്വാസമാണ്. ഞാൻ പുള്ളിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ എന്താ പറഞ്ഞ, ഏത്തിസ്റ്റിനെയും ഞാൻ അംഗീകരിക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ശരിക്കും ജാതി വിവേചനം എന്ന് പറയുന്ന സംഭവം ഉണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ ബുക്കുകളിലൂടെ കടന്നു പോയപ്പോൾ ജാതി വിവേചനം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിച്ചത്, അല്ലെ അങ്ങനെ ഒരു ഫാക്റ്റ് ഉണ്ടായത് എങ്ങനെയാണെന്നാൽ, ഒരേ തൊഴിൽ ചെയ്യുന്നവർ ഒരു കൂട്ടമായി ജീവിച്ചു. മരപ്പണി ചെയ്യുന്നവരെല്ലാം ആശാരിമാർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ അണ്ടറിൽ വന്നു. ഇനി മറ്റു ജോലി ചെയ്യുന്നവർ അവർ ഒരുമിച്ച് ജീവിച്ചു. അങ്ങനെ ഒരു ജീവിതം എല്ലാം ബിൽഡ് ചെയ്ത് ജീവിച്ചവരാണ് ഒരേ കാറ്റഗറി. അവർ ഒരു കുലദേവതയെ ആരാധിച്ചു, ഒരു കല്ലിനെ അല്ലെങ്കിൽ ഒരു കാവിനെ ഒക്കെ അവർ സംരക്ഷിച്ചു പോന്നു. അങ്ങനെ ആ കാവ് നിലനിന്നത് കൊണ്ടാണ് ഈ നിയർ ബൈ കിണറുകളിൽ വെള്ളം കിട്ടിക്കൊണ്ടിരുന്നത്. ഡീഫോറസ്റ്റേഷൻ അറിയാമല്ലോ. അപ്പം മരം ഉണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട്സ് ത്രൂ അത് വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടഞ്ഞു നിർത്തി, അങ്ങനെ ഡീഫോറസ്റ്റേഷൻ. ഇതൊക്കെ നേച്ചറുമായിട്ടും എനർജി ആയിട്ടും ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്. എൻ്റെ വീടിൻ്റെ മുകളിലായിട്ട്, എൻ്റെ വീട് പറയുന്ന ഒരു മലയുടെ ചെരുവിലാണ്, അതിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് ഞാൻ ആദ്യമായി ഒരു കാവ് ഞങ്ങൾ വെച്ച് ഇല്ല. അപ്പോൾ മൈ ഫാദർ ഈസ് എ കമ്മ്യൂണിസ്റ്റ്. അപ്പോൾ പുള്ളിക്ക് അതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ അമ്മ പോയി വിളക്ക് കത്തിക്കുന്നെങ്കിൽ കത്തിച്ചോട്ടെ, പക്ഷേ എന്നെ അതിലേക്ക് വിടുന്നതിലും എൻ്റെ ഫാദറിനും താല്പര്യമില്ല. ഞാൻ കുറച്ച് വളരുമ്പോഴാണ് എനിക്ക് ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത്. കാരണം എൻ്റെ അമ്മ പറയുന്നത് എൻ്റെ അച്ഛമ്മ ഭയങ്കര ഭക്തയായിരുന്നു, അപ്പോൾ ആ ഒരു എനർജിയാണ് എന്നിലേക്ക് വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. മേ ബി ആയിരിക്കാം. അപ്പോൾ അച്ഛമ്മ മരിച്ച ശേഷമാണ് ശരിക്കും പുള്ളിക്കാരത്തിനെ ശരിക്കും ഞാനൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ആദ്യമായിട്ട് കണ്ടിട്ടുള്ള കാവ് അവിടെയാണ്. അവിടെ ഒരു എനർജി എന്നതിലപ്പുറം അവിടെയുള്ള ഒരു സമൂഹം ആൾക്കാർ, ഒരേ തൊഴിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ അവിടെ നിന്നാണ് ഞാനത് മനസ്സിലാക്കിയത്, ഒരേ കാറ്റഗറിയിലുള്ള ആൾക്കാർ അവിടെ താമസിക്കുകയും അവരവിടെ വിളക്ക് കത്തിക്കുകയും അവരാ ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വയം അവർ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അവിടെ ഒരു ദൈവം ഉണ്ടെന്നും ആ ദൈവം എൻ്റെ അടുത്ത് ഞങ്ങളെ നിലനിർത്തി പോകുന്നത് ആ ദൈവമാണെന്ന്. അതൊരു സെൽഫ് ട്രസ്റ്റാണ് അവരുടെ. ശുദ്ധിയും അശുദ്ധിയും, അതായത് നോൺ വെജ് കഴിച്ചിട്ട് അമ്പലത്തിൽ പോകരുത് എന്ന് പറയുന്നത്. നോൺ വെജ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വെറ്റും നമ്മൾ നോൺ വെജ് കഴിക്കാത്തപ്പോൾ ഉള്ള സ്വെറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഡെഫിനറ്റ്ലി എന്നെ സംബന്ധിച്ചുള്ള 30 ഡേയ്സും 30 മൂഡ്സ് ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾ ക്യാമറയുടെ മുന്നിൽ കാണുന്ന ലൈഫ് അല്ലല്ലോ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്, ബാക്കിലുള്ള ലൈഫ്. അപ്പോൾ മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്ന ടൈമിൽ എന്താ പറയുന്നത്, ഞാൻ മാക്സിമം പീരീഡ്സ് ആകുന്ന 2-3 ദിവസം മുന്നേ നോൺ വെജ് ഒഴിവാക്കാറുണ്ട്.
എൻ്റെ ശാരീരികമായ ആ ഒരു പ്രക്രിയയ്ക്ക് വേണ്ടി എന്ന് പറയുന്ന പോലെ തന്നെ അമ്പലത്തിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ കഴിക്കരുതെന്നില്ല, കഴിച്ചാൽ കുളിച്ച ശേഷം പോകുക എന്ന് പറയുന്നത് നമ്മുടെ സ്വെറ്റിന് ഉണ്ടാകുന്ന ഒരു ദുർഗന്ധമുണ്ട്. ഇനി ഒരു പരിധി വരെ നമ്മളങ്ങനെ ആഹാരത്തിൽ മിതത്വം പാലിക്കാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിലും കഴിയും. നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്ത് നോക്കൂ. ആദ്യത്തെ 3 ദിവസം ഉണ്ടല്ലോ ചായ കൂടി നിർത്താൻ. ഞാൻ നാച്ചുറോപ്പതിയിൽ പോയിരുന്നു വർക്കല. ആദ്യത്തെ 3 days ഞാൻ അവിടുത്തെ ഡോക്ടറുമായിട്ടൊരു ഡിബേറ്റിൽ തന്നെ ഏർപ്പെട്ടു. കാരണം ചായ കിട്ടിയില്ലെങ്കിൽ എനിക്ക് തലവേദന എടുക്കും, അത് കഴിഞ്ഞിട്ട് വല്ലതും കഴിക്കുമ്പോൾ ഞാൻ വൊമിറ്റ് ചെയ്യുമെന്ന്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, അങ്ങനെ ആയിരിക്കുന്നെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ മൈസെൽഫ് എ ഫിസിഷ്യൻ, ഞാൻ ആര്യെ ടേക്ക് കെയർ ചെയ്തോളാം. ഒരു ദിവസം പോയി, 2 ദിവസമായി, 3ാമത്തെ ദിവസം എനിക്ക് തന്നെ ചമ്മലായിപ്പോയി. കാരണം എനിക്കൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഇറ്റ്സ് എ ഹാബിറ്റ് ടു. ഭക്തി എന്നതിൽ കൂടുതൽ കുളിക്കുക, ശുദ്ധമാവുക എന്നുള്ള ഒരു ഹാബിറ്റ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കും. അതും ഒരു പാരമ്പര്യമായിട്ട് അല്ലെ വർഷങ്ങളായിട്ട് അതുകൊണ്ടുമായിരിക്കാം ക്ഷേത്ര ആചാരങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ആചാരങ്ങൾ ഇങ്ങനെയൊക്കെ നിലനിർത്തിയിരിക്കുന്നത്. ഇനി ഡ്രസ് കോഡിലേക്ക് വരാം. നമുക്ക് ഡ്രസ്സസിൻ്റെ കേസസ് പറയുമ്പോൾ പത്മനാഭപുരം പാലസിൽ ഒരു ഡ്രസ് കോഡ് ഉണ്ട്. അല്ല, ശ്രീ പത്മനാഭനെ കാണുന്നതിന് സ്ത്രീകൾക്ക് ധരിക്കാനൊരു ഡ്രസ് കോഡുണ്ട്. അമ്പലത്തിൽ പുരുഷന്മാർ ഷർട്ട് ഊരണമെന്നുണ്ട്. ടീഷർട്ട് ഈസ് നോട്ട് അലൗഡ്, ജീൻസ് ഈസ് നോട്ട് അലൗഡ് ഇൻ ഗുരുവായൂർ സംതിങ്. ഇനി ക്രിസ്ത്യാനിറ്റിയും മുസ്ലിം ഇതിലേക്ക് എന്താണ് അവരുടെ ഡ്രസ് കോഡെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരു ഹിന്ദു ഫാമിലി ജനിച്ചതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രസ് കോഡ് വർഷങ്ങളായിട്ടുള്ള ആ ഒരു പാരമ്പര്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അത് തെറ്റോ ശരിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈവസി ഈസ് പ്രൈസ്ലെസ് ആക്ച്വലി. നമ്മുടെ ബോഡിയെ ഒരു ദേവാലയമായി കാണണം. ഞാൻ ടാറ്റു ചെയ്ത സമയത്ത് ഇറ്റ്സ് ഗണപതി ആക്ച്വലി. അപ്പോൾ ടാറ്റു ചെയ്ത സമയത്ത് ഉണ്ടായ ഒരാൾ എന്നോട് കമൻട്രി ചെയ്തു. പല കമൻസും ഉണ്ടായി. ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരാണ് ടാറ്റു ചെയ്യുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ഇന്ന് വരെയും മദ്യമല്ലാതെ ഒരു ഡ്രഗും ഉപയോഗിച്ചിട്ടില്ല. അതാണ് മദ്യം ഈസ് നോട്ട് എ ഡ്രഗ്. അല്ലാതെ ഒരു ലഹരി വസ്തുക്കളും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇവർ ചോദിക്കുന്ന അപ്പോൾ ഒരു ജനറലൈസേഷനാണ് ടാറ്റു ചെയ്താൽ മോശമാണ് എന്ന് പറയുന്ന പോലെ. ഏതൊക്കെയോ വസ്ത്രങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ നമ്മളൊരു മാന്യമായ വ്യക്തിയാവുള്ളൂ എന്നുള്ളൊരു പാരമ്പര്യം അല്ലെങ്കിൽ ഒരു തോട്ട് പ്രോസസ്സിൽ നിന്ന് നമ്മളിന്നും വെളിയിൽ വന്നിട്ടില്ലാത്തതിൻ്റെ പ്രശ്നമാണത്. ക്ഷേത്രത്തിൽ ഇതേ പറ്റുള്ളൂ, അല്ലെ അതിലിങ്ങനെ പറ്റുള്ളൂ. പിന്നെ ശബരിമലയിൽ സ്ത്രീകൾ പണ്ട് കയറിയിട്ടുണ്ട്, പിന്നീടുണ്ടായ ആചാരമാണ് ഇതെന്നൊക്കെ പറയുന്നു. പക്ഷെ പണ്ടും ആ കാട്ടിലൂടെ കുറച്ച് സ്ത്രീകൾ കയറിപ്പോയി ഈ അയ്യപ്പനെ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതിൻ്റേതായ റിസ്കി ഫാക്ടറുണ്ട്. ഇപ്പോഴും ലേഡീസ് പോകുമ്പോൾ നമ്മൾ സുരക്ഷ ഇമ്പോർട്ടൻ്റ് ആണല്ലോ, സേഫ്റ്റി ഫസ്റ്റ്. അപ്പോൾ കാട്ടിലൂടെ അവിടെ ചെന്നിട്ട് യുവ ലേഡീസ് 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്ക് നിൽക്കുന്ന, ഇപ്പോൾ 50 എന്നുള്ളത് 60 ആയിട്ടുണ്ട്, ആ ഒരു കാറ്റഗറിയിലുള്ള ലേഡീസ് പോകുമ്പോൾ ആ കാനന പാതയിൽ ദേ ആർ നോട്ട് സേഫ്. ഫസ്റ്റ് ഓഫ് ഓൾ ദാറ്റ്സ് ദ പ്രോബ്ലം അല്ലേ? നിങ്ങൾ ലോജിക്കലി ഒന്ന് തിങ്ക് ചെയ്തേ. സ്ത്രീകൾക്ക്, ഞാൻ താമസിക്കുന്നത് കൊച്ചിയും ബാംഗ്ലൂരിലുമായിട്ടാണ് റിലേറ്റഡ് ടു മൈ ജോബ്. അപ്പോൾ കൊച്ചിയിലോ ബാംഗ്ലൂരിലോ പല മെട്രോ പോകുന്ന സ്റ്റേഷൻസ് ഉള്ള സ്ഥലങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഇടവഴികളൊന്നും അത്ര സേഫൊന്നും അല്ല. ഒരു രാത്രിയിൽ ഒരു ലേഡിക്കൊന്നും പോകാൻ പറ്റത്തില്ല. ഇനി പുരുഷന് പോകാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരുഷനും നല്ല ബുദ്ധിമുട്ടാണ്. കാരണം കോമഡി ആയിട്ട് പണ്ട് എന്നോട് ചോദിച്ച ഒരു ഡയലോഗുണ്ട് എൻ്റെ പാർട്ട്ണർ. അതായത് ഒരു ആണ് രാത്രി ഇറങ്ങി നടക്കാൻ പേടിക്കുന്നു, പിന്നെയാണ് ഇവിടെ പെണ്ണുങ്ങൾ കിടന്ന് ബഹളം വയ്ക്കുന്നതെന്ന്. അങ്ങനെയല്ല. ഈക്വാലിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് സേഫ്റ്റി ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അത് ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും. അപ്പോൾ ആചാരങ്ങളിൽ ഒരു സേഫ്റ്റിയുടെ പ്രോബ്ലമാണത്, അല്ലെങ്കിൽ സ്ത്രീകൾ കയറരുത് എന്ന് പറയുന്നത് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മേ ബി എൻ്റെ തോട്ട് പ്രോസസ്സ് തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. യു ക്യാൻ കമൻറ്റ് ഇറ്റ്. മൃഗബലി ഇപ്പോഴും പലയിടത്തും നടക്കുന്നുണ്ട്. മനുഷ്യബലി നടന്നത് എലന്തൂരാണ്. ഞാനൊരു പത്തനംതിട്ടക്കാരിയാണ്. എല്ലാ പത്തനംതിട്ടക്കാരെയും പോലെ ഞാൻ പേടിച്ചു പോയി അല്ലേ. ഏതൊക്കെയോ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താനായിട്ട് മനുഷ്യനെ ബലി കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഏതെങ്കിലും ദൈവം പ്രീതിപ്പെട്ടോ? ഇത് ഇപ്പോഴും മൃഗബലി പലയിടത്തും നടക്കുന്നുണ്ട്. അത് എന്തുകൊണ്ട് അത് നിർത്താനായിട്ട് മൃഗസംരക്ഷണ വകുപ്പൊന്നും ഇടപെടുന്നില്ല എന്ന് എനിക്കറിയില്ല.
മൃഗത്തിൻ്റെ ചോര കൊടുത്താൽ മാത്രം പ്രീതിപ്പെടുന്ന ദൈവങ്ങളോ അതെന്ത് ടൈപ്പ് ദൈവങ്ങളാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ആ ഒരു വിഷയത്തെപ്പറ്റി ഞാൻ സംസാരിക്കാനും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ സ്റ്റിൽ മൃഗബലികൾ നടക്കുന്നുണ്ട്. നമ്മളുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ് അതിലേക്ക് ഇടപെടുന്നില്ല. അതൊരു ചോദിക്കേണ്ട ഒരു ഫാക്റ്റാണ്. ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. പാരമ്പര്യം നിലനിർത്താൻ വേണ്ടിയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നു. പാരമ്പര്യം എന്നതിനപ്പുറം കാലത്തിനൊത്തൊരു മാറ്റം ആവശ്യമല്ലേ? അതായത് കാലഹരണപ്പെട്ടുപോയ കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ മതത്തെ ആണെങ്കിലും രാഷ്ട്രീയത്തെ ആണെങ്കിലും എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് സർവൈവൽ ആണ്. ദ ഫിറ്റസ്റ്റ് വിൽ സർവൈവ് എന്നാണല്ലോ നമ്മൾ എവല്യൂഷൻ തൊട്ട് പഠിക്കുന്നത്. അങ്ങനെ തന്നെയുമാണ് അല്ലേ? ആണ്. അപ്പം ഞാൻ ചോദിക്കുന്ന കാര്യം, ഇതിനകത്ത് ഇപ്പോൾ ജീവിക്കാനും ഇപ്പോൾ ഉള്ള മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി കുറേ സിസ്റ്റം ഉള്ളതാണോ നല്ലത്, നമ്മൾക്ക് കൂളസ്റ്റായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉള്ളതാണോ നല്ലത്? ഇപ്പം നിലനിന്ന് പോകുന്ന എല്ലാ ആചാരങ്ങളും ഒരു കളക്റ്റീവ് ഐഡൻറ്റിറ്റി, ഒരു സമൂഹത്തിൻ്റെ അല്ലെ ഒരു കൂട്ടമായ സാമൂഹ്യ വ്യവസ്ഥയുടെ പാർട്ടാണ്. അതിൽ നിന്നൊരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ സംവാദം നടത്തണം. ശ്രീകണ്ഠൻ നായരൊക്കെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അതിന്. ചരിത്രം മനസ്സിലാക്കണം. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അത് എന്ത് ചരിത്രത്തിലൂടെയാണ് ആ ആചാരം നിലനിൽക്കുന്നത് എന്ന് നമുക്കൊരു ഐഡിയ വേണം. വിശ്വാസത്തെ ബഹുമാനിക്കണം. അത് അനാചാരമായി പോകരുത്. എൻ്റെ പേഴ്സണൽ കാഴ്ചപ്പാട്, എൻ്റെ പേഴ്സണൽ വ്യൂ ആണിത്. ഗുരുവായൂർ എഴുതി വച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. അതിപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ആരും അവിടെ ഐഡൻറ്റിറ്റി കാർഡോ ആധാർ കാർഡോ നോക്കിയല്ല കയറ്റുന്നത്, നമ്മൾ കയറുന്നു. അഹിന്ദുക്കൾ കയറുക തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി എന്ന് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല, ഞാനും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. പക്ഷെ അതിനൊരു റീസൺ ഉണ്ടാവില്ലേ? ആ റീസൺ അല്ലേ ഒരു വിശ്വാസമായി നിലനിൽക്കുന്നത്. നിങ്ങൾ ഇല്ലീഗലായി കയറുന്നുണ്ടെങ്കിൽ അതിനെ മറ്റ് ഒരു സമൂഹത്തിൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയല്ലേ ചെയ്യുന്നത്. ഇതിനെപ്പറ്റി ഒരു ഡിബേറ്റ് ഉണ്ടാക്കാനോ കോൺട്രവേഴ്സി ഉണ്ടാക്കാനോ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബട്ട് ട്രൈ ടു തിങ്ക് ദാറ്റ് ദുരാചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നരബലി പോലെ, മൃഗബലി പോലെ, പെൺകുട്ടികളെ പീരീഡ്സ് എന്ന പേരിൽ വീട്ടിൽ തളച്ചിടപ്പെടുന്ന ഇത് നിങ്ങളുടെ റെസ്റ്റിനാണെന്ന് മനസ്സിലാക്കാതെ അതൊരു വലിയ തെറ്റാണെന്ന രീതിയിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഡിബേറ്റ് ഉണ്ടാകുകയും അതിനെ ചോദ്യം ചെയ്യുകയും അതിന് സാമൂഹ്യ വ്യവസ്ഥയിൽ ഇനിയും ഇപ്പോഴത്തെ വ്യവസ്ഥിതിയിൽ പഴയതുപോലെ അത് ആവശ്യമാണോ എന്ന് സംസാരിക്കേണ്ട സമയമായിരിക്കുന്നു, അല്ലെങ്കിൽ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ പേഴ്സണൽ വ്യൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന് താഴെ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഡേ എൻ്റെ ഒരു വ്യൂ പോയിൻറ്റ് മിസ്റ്ററി സൈക്കോളജി വീഡിയോയുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.